നമസ്കാരം, കൊച്ചിക്കൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനും അതേപോലെ തന്നെ നമ്മുടെ KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മേയർ ഏകദേശം കുടുങ്ങും എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മേയറുടെ 10ാമത്തെ അടവ് ഇപ്പോൾ എടുത്ത് പ്രയോഗിച്ചിട്ടുള്ളത്. വേറൊന്നുമല്ല, വികാരഭരിതയായി സംസാരിക്കുക. ആ വിഷയമൊന്ന് കണ്ടുനോക്കാം. ജനപ്രതിനിധികളും സാധാരണ മനുഷ്യന്മാരാണ്, അത് ഏത് സ്ഥാനത്തിരിക്കുന്ന ജനപ്രതിനിധികളാണെങ്കിലും. നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന കാര്യം, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ ശീലിപ്പിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മളെപ്പോഴും വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പല പെൺകുട്ടികളും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളോടൊക്കെ വ്യക്തിപരമായി വന്ന് ഇത്തരം വിഷയങ്ങൾ പറയുന്ന പലരുമുണ്ട്, നമ്മൾ ജനപ്രതിനിധികളായതുകൊണ്ട്. അപ്പോൾ നമ്മൾ പറയും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അപ്പോൾ പ്രതികരിക്കാത്തതെന്നാണ് നമ്മൾ ചോദിക്കുക. ഈ അപ്പോൾ പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനഹാനിയും അതിലുണ്ടാകുന്ന പ്രയാസവുമാണ് നമ്മളിപ്പോൾ 2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ പ്രയാസമുണ്ട്. ഞാൻ ഒരു പക്ഷേ തുടർന്ന് സംസാരിച്ചാൽ വികാരത്തോടു കൂടി ഞാനൊരു പ്രയാസത്തിൽ പോകുന്നുള്ളത് കൊണ്ട് ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ് ഞാൻ കരുതിയത് ശൈലജ ടീച്ചർക്ക് പോകുമെന്നാണ് ഞാൻ കരുതിയത്. ഇതിപ്പോൾ കോമ്പറ്റീഷൻ കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടീച്ചർക്ക് കിട്ടുമോ അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രന് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആര്യ കുടുങ്ങും എന്ന് പറയാനുള്ള കാരണം വേറൊന്നുമില്ല, എത്ര കേസുകളാണെന്നറിയോ വരാൻ കിടക്കുന്നത്. 1, ട്രാൻസ്പോർട്ട് ബസ്സിന് കുറുകെ വട്ടം നിർത്തിയത്. 2, സീബ്ര ക്രോസിങ്ങിൽ വണ്ടി കൊണ്ടേ പാർക്ക് ചെയ്തത്. 3, ഒരു വ്യക്തിയെ പരസ്യമായിട്ട് നിൻ്റെ തന്തയുടെ വകയാണോ റോഡെന്ന് ചോദിച്ചത്. 4, ഇപ്പോൾ മേയർ പറഞ്ഞിട്ടുണ്ടല്ലോ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എന്നുള്ളത്. അത് തെളിയിക്കാനായില്ല എന്നുണ്ടെങ്കിൽ യദു മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ അത്. ഇപ്പോൾ 5ാമതായിട്ടൊന്നുണ്ട്, അത് വേറെ ഒന്നുമല്ല, ഈ ബസ്സിലെ യാത്രക്കാരെ ഇറക്കി വിട്ടു. ഇപ്പോൾ ഈ യാത്രക്കാർ പോയിട്ട് കൺസ്യൂമർ കോർട്ടിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ബുക്ക് ചെയ്ത ആളുകളുണ്ടാവും. അപ്പോൾ തൃശ്ശൂർ സ്റ്റാൻഡിൽ നിന്ന് പിക്ക് ചെയ്ത ആളുകൾ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തമ്പാനൂർ കൊണ്ടുപോയി ഇറക്കേണ്ടത് KSRTCയുടെ ചുമതലയാണ്. അതിന് പകരം പാളയത്ത് ഇറക്കി വിടുന്നത് അവർക്കത്ര അനുയോജ്യമായുള്ളൊരു കാര്യമല്ല. കാരണം അവരെടുത്തിരിക്കുന്ന ടിക്കറ്റ് തമ്പാനൂർ വരെയാണ്. അപ്പോൾ ഈ ഒരു കേസും കൂടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൊട്ട നിറച്ച് കേസാണ്, കൊട്ട നിറച്ച്. അതുകൊണ്ട് തന്നെ ആര്യയ്ക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്, കുടുങ്ങും എന്നുള്ളൊരു കാര്യത്തിന് ആര്യയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം തെളിവുകളെല്ലാം ആര്യയ്ക്കെതിരാണ്. കാരണം ആര്യ എന്താ ആദ്യം പറഞ്ഞത്, ചേസ് ചെയ്തിട്ടില്ല, വണ്ടി കുറുകെ കൊണ്ട് നിർത്തിയിട്ടില്ല. പക്ഷേ CCTV ദൃശ്യങ്ങളൊക്കെ എല്ലാം ആര്യയ്ക്കെതിരാണ്. ഇപ്പോൾ പാർട്ടി മാത്രമേ ആര്യയുടെ കൂടെ ഉള്ളൂ, ജനങ്ങളെല്ലാം നമ്മുടെ ഡ്രൈവർക്കൊപ്പമാണ്. കാരണം അദ്ദേഹം പറയുന്നത് കേട്ടാൽ തന്നെ മനസ്സിലാവും നിരപരാധിയാണെന്നുള്ള കാര്യം. പക്ഷേ എന്തിനാണ് ആ പാവത്തിന് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഈ ഉള്ളവനെ ദ്രോഹിക്കാതെ ഇല്ലാത്തവനെ എന്തിനാണ് ദ്രോഹിക്കുന്നത്? ഇപ്പോൾ ആര്യ സഞ്ചരിച്ച വാഹനം എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ളൊരു വാഹനത്തിലാണ് ആര്യ സഞ്ചരിച്ചിട്ടുള്ളത്. അത് കൊണ്ടുപോയി വട്ടം വെച്ച് KSRTC സർവീസ് മുടക്കി. അതുമാത്രമല്ല, മേയർ എന്നൊരു പദവി, മേയറും MLA, ഈ 2 പദവികൾ ദുരുപയോഗം ചെയ്തേക്കാണ് 2 ആൾക്കാർ. അപ്പോൾ അതിനും ചിലപ്പോൾ ഒരു നടപടി ഉണ്ടായേക്കാം. എന്തായാലും ഈ ഒരു പ്രശ്നത്തോടു കൂടി മേയറും MLA കടുത്ത പ്രതിസന്ധി തന്നെയാണ് പെട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ കാരണഭൂതത്തെയും അതേപോലെ തന്നെ നമ്മുടെ മാമനെയൊക്കെ കയ്യും കാലൊക്കെ പിടിച്ച് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഊരിപ്പോരാൻ നോക്കുക. എന്തായാലും യദു എന്ന് പറയുന്ന നമ്മുടെ KSRTCയിലെ ഡ്രൈവർ, അദ്ദേഹം എന്തായാലും ഈ കാര്യം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം ഈ വഞ്ചൂർ കോടതിയിൽ ചെന്ന് വക്കീലായിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ മേയർ കുടുങ്ങുമെന്നുള്ളൊരു കാര്യത്തിന് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ, അദ്ദേഹത്തെ ഈ ഒരു കാര്യത്തിൽ പ്രശംസിച്ചേ പറ്റൂ. കാരണം അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ, തെളിവുകളൊക്കെ വ്യക്തമായി ലഭിച്ചതിന് ശേഷം മാത്രമേ ഡ്രൈവർക്ക് നേരെ നടപടി ഉണ്ടാകൂ എന്നാണ്. അല്ലാതെ മേയറും MLAയും പറഞ്ഞതെന്ന് വെച്ചിട്ട് ഡ്രൈവർക്ക് നേരെ ഒരു നടപടി എടുക്കാനായിട്ട് നമ്മുടെ മന്ത്രി തയ്യാറല്ല. അപ്പോൾ ഈ ഒരു മന്ത്രിസഭയിൽ നട്ടലുള്ളൊരു മന്ത്രി എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ശ്രീ ഗണേഷ് കുമാർ.